ലാസ്റ്റ് വീക്ക് കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി ഒരു സ്ട്രേ ഡോഗ് കടിച്ചിട്ട് റേബീസ് പിടിപെട്ട് മരിക്കുകയുണ്ടായി. ഈ ഡോഗ് കടിച്ച ഉടനെ തന്നെ കുട്ടിയുടെ പേരൻസും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് കുട്ടിയുടെ ഈ വൂണ്ട്, എൽബോയിലാണ് വൂണ്ട് വന്നിരുന്നത്, അതപ്പം തന്നെ സോപ്പിട്ട് വാഷ് ചെയ്യുകയും ചെയ്തു ആസ് ഇൻഡിക്കേറ്റഡ് പ്രോട്ടോകോൾസ് അനുസരിച്ച്. അതേപോലെ നെക്സ്റ്റ് ഡേ തന്നെ വാക്സിനേഷൻസ് റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ചെയ്യുകയുണ്ടായി. എന്നിട്ടും ഈ കുട്ടിക്ക് റേബീസ് പിടിപെട്ട് വളരെ ട്രാജിക്കായിട്ട് മരണമടഞ്ഞു. ഇത് നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കിയ ഒരു ന്യൂസ് ആയിരുന്നു. എങ്കിൽ പോലും ആസ് എ സൊസൈറ്റി ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിന് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഇനിയും വേണ്ടിയിരിക്കുന്നു. അതേസമയം നമ്മുടെ പെറ്റ്സിൻ്റെ കാര്യത്തിലും നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലും നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ഇപ്പം എടുക്കാം എന്നൊന്ന് നോക്കാം. വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. ഒരു റാബിഡ് ആയിട്ടുള്ള ആനിമൽ, അതായത് റേബീസ് ഹാർബർ ചെയ്യുന്ന ഒരു ആനിമൽ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സലൈവയിലുള്ള വൈറസ് നമ്മളുടെ അകത്തേക്ക് കയറി ചെന്ന് നെർവ്സിലെത്തും. നെർവ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നെർവ് സപ്ലൈയിൽ കൂടെ അത് പെട്ടെന്ന് ബ്രെയിനിലെത്തും. അപ്പോൾ ആ നെർവിലേക്ക് എത്തുന്ന ഒരു ടൈം ഡിലേ ആണ് ശരിക്കും വരുന്നത്. അതാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന സയന്റിഫിക് ടേംസിൽ പറയുന്നത്. അപ്പോൾ ഈ റേബീസ് എന്നൊരു അസുഖത്തിന് അപ് ടു 12 ഇയേഴ്സ് വരെ തിയററ്റിക്കലി ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഒരു 10 to 20 ഡേയ്സിൽ തന്നെ മിക്കവാറും അസുഖം വരാറുണ്ട്. കാരണം നമ്മളുടെ എല്ലാ ബോഡി പാർട്സിലേക്കും നെർവ് സപ്ലൈ ഉണ്ട്. അപ്പം നെർവ് കൂടുതലുള്ള ഒരു ഏരിയയിലാണ് കടി കിട്ടിയത് എന്നുണ്ടെങ്കിൽ റേബീസ് വരാനായിട്ട് പെട്ടെന്ന് അതിന് ടൈം അധികം വേണ്ട. ഫോർ എക്സാമ്പിൾ ഫേസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ നെർവ് സപ്ലൈ ഉള്ള ചില ഏരിയാസ് ഉണ്ട് ബോഡിയിൽ, അവിടേക്കൊക്കെയാണ് കടി കിട്ടുന്നതെങ്കിൽ വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ടു ഫ്യൂ ഡേയ്സ് നമ്മൾക്കോ അല്ലെങ്കിൽ കടി കിട്ടിയ ആനിമൽ ആണെങ്കിൽ അവർക്ക് റേബീസ് പിടിപെടാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് കൂടുതലും വാക്സിനേഷൻ എടുത്തെങ്കിൽ പോലും അസുഖം വന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആസ് പെറ്റ് പേരൻസ് നമ്മളുടെ പെറ്റ്സിനെ സുരക്ഷിതമാക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഹ്യൂമൻ ബീങ്സിനേക്കാളും കടി കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത് പെറ്റ്സിന് തന്നെയാണ്. കാരണം അവർ ഒരേ സ്പീഷീസ് ആയതുകൊണ്ടിട്ടും സ്ക്രാച്ച് വഴിയും ഒക്കെ അവരെ അഫക്റ്റഡ് ആവാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അവരെ വാക്സിനേറ്റഡ് ആയിട്ട് തന്നെ വെക്കുക. വാക്സിനേഷൻസ് എപ്പോഴും അവരുടെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ വെക്കുക. ഇനി ബൈ ചാൻസ് ഗോഡ് ഫോർബിഡ് എന്തെങ്കിലും അവർക്ക് ഒരു ആനിമൽ കടി കിട്ടിയെന്നിരിക്കട്ടെ, ഉടനെ തന്നെ ആദ്യം പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻസ് എടുത്ത് തുടങ്ങാനായിട്ട് വെറ്റിനറിയൻ്റെ ഹെൽപ്പ് സ്വീകരിക്കുക. പക്ഷേ ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ റെഗുലർ കോർ വാക്സിൻസ് എപ്പോഴും എടുത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്ത് തന്നെ വരാം. പിന്നെ നമ്മളുടെ പെറ്റ്സിനെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ലീഷിൽ തന്നെ കൊണ്ടുപോവുക. വേറൊരു ഡോഗ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി വാക്സിനേഷൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് കീപ് അവർ പെറ്റ്സ് സേഫ് ഫ്രം ദിസ് ഡെഡ്ലി ഡിസീസ്. താങ്ക് യു.